ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഉപ്പുമാവിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ ഉപ്പുമാവാണ്. കുറേ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് ഒരിക്കൽ തയ്യാറാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോഴും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 3/4 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന റവ റോസ്റ്റഡ് റവയെന്ന് എഴുതിയിരിക്കും. എന്നാലും നമ്മളൊന്ന് വറുത്തെടുക്കണം. എന്നാലേ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ നല്ലപോലെ ഇരിക്കുള്ളൂ. റവ വറുക്കാനായിട്ട് ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. തീ കുറച്ചിട്ടിട്ട് വേണം റവ വറുത്തെടുക്കാൻ. ഞാനിപ്പോൾ സിമ്മിലാണ് തീ ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കരിഞ്ഞൊന്നും പോവരുത്. ഒന്ന് ചെറുതായിട്ട് നിറം മാറി വരണം. ചൂടായി കഴിയുമ്പോഴേക്ക് റവയിൽ നിന്ന് നല്ല മണവും വരും, ഡ്രൈ ആയി നല്ല ക്രിസ്പി ആയിട്ട് വരും. ഏകദേശം ഒരു 5 മിനിറ്റ് എടുക്കും കേട്ടോ വറന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. റവ വറുത്തെടുക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വറുത്തെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നോൺ സ്റ്റിക്കിൽ റവ ഇട്ടിട്ട് വറുത്തെടുത്താൽ നോൺ സ്റ്റിക്ക് മൊത്തം പോറൽ വീഴും. അപ്പോൾ സാധാരണ ഉരുളിയിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, 10 അണ്ടിപ്പരിപ്പ് 2ആയിട്ട് മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അതിൽ അണ്ടിപ്പരിപ്പ് കാണും. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കുക. ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ എണ്ണയിൽ കിടന്ന് അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് വറന്ന് കിട്ടണം. ഇനി ഇതിലോട്ട് 1 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് അരിഞ്ഞത്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചക്കറികളെല്ലാം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ്. ഞാനിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേവിക്കാതെ തന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സാധാരണ ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ നേരത്തെ അത് വേവിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പച്ചക്കറികളെല്ലാം ഒന്ന് വെന്ത് കിട്ടണം. തീ ഇപ്പോൾ ഞാൻ സിമ്മിൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഈ എല്ലാ പച്ചക്കറികളും ഇല്ലെങ്കിലും നമുക്ക് ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പച്ചക്കറികൾ, ഇപ്പോൾ ക്യാരറ്റ് മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം ചേർക്കുക. പക്ഷേ ഇത്രയും വെജിറ്റബിൾ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. പച്ചക്കറി ഒന്ന് 1/4 വെന്ത് വരണം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. പച്ചക്കറി 1/4ഓളം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്തിട്ട് പതിയെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊന്ന് ചെറുതായിട്ട് റവ എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റവ ഇട്ടിട്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, പതിയെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. തീ കുറച്ചിടുക, കരിഞ്ഞു പോകരുത്. ഇനി ഇതിലോട്ട് നമ്മൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എത്ര റവയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാൻ 3/4 കപ്പ് റവ എടുത്തുകൊണ്ട് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് റവയാണ് എടുത്തതെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. തീ സിമ്മിലോട്ടാക്കി വയ്ക്കുക. ഇനി 2 മിനിറ്റ് ഇത് ഇങ്ങനെ ഇരുന്ന് തന്നെ വേവട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതാ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. 1-2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കുമ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി വിളമ്പാൻ നേരത്തെ എടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ചേർത്ത നെയ്യുടെ മണവും മല്ലിയിലയുടെയൊക്കെ മണമൊക്കെ എല്ലായിടത്തും ആയി കിട്ടും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങളിത് തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും എന്തായാലും ഉണ്ടാക്കും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഴം കൂട്ടിയോ പപ്പടം കൂട്ടിയോ ഒക്കെ കഴിക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.